നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ഈർക്കിളി ചൂലാണ്. ഈർക്കിളി പച്ച ഈർക്കിളി ചൂല്, അതുപോലെ തന്നെ ഉണങ്ങിയ മറ്റേ ഇതിനുള്ള ഈർക്കിളി ചൂലാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോ ഉണ്ടാവും. നമ്മളിവിടെ ഈ ഒരു 4 ഇതിന് മുറിച്ച് കൊടുക്കണം. ഇങ്ങനെ ചീന്തി കൊടുക്കണം. ഈ രീതിയിൽ നമ്മൾ ചീന്തി എടുക്കണം. ഈർക്കിളി വേർതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തതായി ചീന്തിയത് ഇങ്ങനെ ചീന്തിയ പോലെൻ്റെ ഇതിങ്ങനെ പറിച്ചെടുക്കാം. അപ്പം അങ്ങനത്തെ ഒരു ചോലിൻ്റെ ഒരു ചെറിയ കൊടി ഇതായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ മുറിച്ചെടുക്കാം. നമ്മൾ ഈ കട്ടിയുള്ള ഭാഗം ഇതുപോലെ ഇത് മുറിച്ച് കൊടുക്കണം. ഇങ്ങനെ ചെത്തി റെഡിയാക്കണം. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ ഇതേഘട്ടം മുറിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഇതാണ് ഇതേഘട്ടം എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ഈ രീതിയിലായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ ചെത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തതായി ഇങ്ങനത്തെ ഒരു കുപ്പി നമ്മൾ എടുക്കേണ്ടത്. ഇത് നമ്മൾ കയറ് കെട്ടുന്നതിന് പകരം നമ്മൾ ഈ കുപ്പിൻ്റെ ഈ 2 ഭാഗം മുറിച്ചതിന് ശേഷം ഇതിനുള്ളിൽ നമ്മൾ ഈ ചൂലിൻ്റെ നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ ചെയ്യാണ്. നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാം. അത് നമ്മൾ 2 വില ഇതിന് മുറിച്ചെടുക്കണം. അത് നമ്മൾ ഫസ്റ്റ് മുറിച്ചെടുത്തിന് ഈ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതിനുള്ളിലാണ് നമ്മൾ ചൂല് ഫിറ്റ് ചെയ്യണത്. എടുത്ത് വെച്ച കുപ്പിയൊക്കെ ഇത് ചൂലിൻ്റെ പീസ് ഫിറ്റ് ചെയ്യാണ്. ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ അടുത്തതായി ഈ ഉണങ്ങിയ ഓലമടലിൻ്റെ ചൂലാണ് അടുത്ത് ഉണ്ടാക്കാൻ പോകണം. അതിന് നേരത്തെ ഉണ്ടാക്കിയിട്ട് തന്നെ ഇതേട്ട് മുറിച്ചെടുക്കും. ഇതാണ് 4 ഇതിൽ നമ്മൾ മുറിച്ചെടുക്കണം. അതുപോലെ തന്നെ ചീന്തിയെടുക്കുക. ചീന്തിയതൊക്കെ അതുപോലെ ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കാം. ഇതുപോലെ ഈർക്കിളി മാത്രമായിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെത്തിയതുപോലെ പച്ച ഈർക്കിളി എത്തിയത് ഇവിടെ ചെത്തി കൊടുക്കണം. പച്ചക്കറികളുടെ ചൂരുണ്ടാക്കിയതിന് അതേപോലത്തെ ബോട്ടിൽ മുറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ഉണങ്ങിയ ഓല കൊണ്ടുണ്ടാക്കിയ ചൂലാണ്, ഈർക്കിളി ചൂല്. അതുപോലെ തന്നെ പച്ച. ഫ്രണ്ട്സ്, നമ്മളെ ചൂല് റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് പച്ച ഇതിനോണ്ട് ഈർക്കിളിനോണ്ട് ഉണ്ടാക്കിയ ചൂലാണ്. ഇതൊന്ന് നന്നായി വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണങ്ങിയ ഈർക്കിളി കൊണ്ട് ഉണ്ടാക്കിയ ചൂലാണിത്. ഇത് നമ്മൾ പ്രത്യേകം ഡിസൈനൊക്കെ ചെയ്ത് കയറൊക്കെ കെട്ടി
ഇതൊക്കെ ഒരു പീടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ രാകേഷ് സൈനിങ് ഓഫ്. Subscribe now and press the bell icon. Never miss an update.